പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലേ, ഇപ്പൊ കേട്ടോളൂ. തിന്നമിടുക്കിന്റെ ബലത്തിൽ എത്രയൊക്കെ മുടിച്ചാലും ഒരു നാൾ അതിനൊക്കെ മറുപടി പറയുക തന്നെ വേണ്ടിവരും. കക്കുമ്പോൾ കൂടെ കൈയിട്ടുവാരൻ നിന്നവരൊന്നും കുടുങ്ങുമ്പോൾ കൂടെ ഉണ്ടാവില്ല എന്ന് മാത്രം. നാഷണൽ ഹെറാൾഡ് കേസിലെ ഇ.ഡി. കുറ്റപത്രത്തിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 5000 കോടി രൂപയുടെ വിപണി മൂല്യമുള്ള വസ്തുവകകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൈക്കലാക്കുകയും അസോസിയേറ്റഡ് ജേർണൽസ് ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാട് നടത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, അസോസിയേറ്റഡ് ജേർണൽസിന്റെ വസ്തുക്കൾ ഉപയോഗിച്ച് വ്യാജ വാടക ബില്ലുകൾ ചമച്ചതായും ഇ.ഡി. കുറ്റപത്രത്തിൽ പറയുന്നു. കുറ്റപത്രത്തിനൊപ്പം തെളിവുകളും ഇ.ഡി. കോടതിയിൽ കൈമാറിയിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിൽ 5 വ്യക്തികൾക്കും 2 കമ്പനികൾക്കും എതിരെയാണ് ഇ.ഡി. കുറ്റപത്രം ഫയൽ ചെയ്തത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, സാം പിത്രോദ, സുമൻ ദുബായ്, സുനിൽ ഭണ്ഡാരി എന്നിവർക്ക് പുറമെ യങ് ഇന്ത്യ, ഡോഡക്സ് മെർച്ചന്റൈസ് എന്നീ കമ്പനികൾക്കെതിരെയുമാണ് കുറ്റപത്രം ഫയൽ ചെയ്തിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസ് ഏറ്റെടുക്കാനുള്ള ക്രിമിനൽ ഗൂഢാലോചന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയെന്നാണ് ഇ.ഡി. ആരോപിക്കുന്നത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 76% ഓഹരി പങ്കാളിത്തമുള്ള യങ് ഇന്ത്യ എന്ന കമ്പനി അസോസിയേറ്റഡ് ജേർണൽസിന് 50 ലക്ഷം രൂപ വായ്പ നൽകി. ഈ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അസോസിയേറ്റഡ് ജേർണൽസ് എന്ന കമ്പനിയുടെ 99% ഓഹരികളും യങ് ഇന്ത്യ എന്ന കമ്പനിയുടെ പേരിലേക്ക് മാറ്റി. നിലവിൽ അസോസിയേറ്റഡ് ജേർണൽസിന്റെ വസ്തുവകകളുടെ വിപണി മൂല്യം 5000 കോടിയാണെന്നും ഇ.ഡി. വൃത്തങ്ങൾ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടി 90 കോടി രൂപ അസോസിയേറ്റഡ് ജേർണൽസിന് വായ്പയായി നൽകുകയുണ്ടായി. എന്നാൽ ഇത് പിന്നീട് യങ് ഇന്ത്യയുടെ 9 കോടിയുടെ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടി അസോസിയേറ്റഡ് ജേർണൽസിന് പണം നൽകിയതാണെന്നും യങ് ഇന്ത്യക്ക് ആയിരുന്നില്ലെന്നും ഇ.ഡി. ചൂണ്ടിക്കാട്ടുന്നു. അസോസിയേറ്റഡ് ജേർണൽസ് വസ്തുക്കൾ ഉപയോഗിച്ച് വ്യാജ വാടക ബില്ലുകൾ ചമച്ചു എന്നും ഇ.ഡി. കുറ്റപത്രത്തിൽ പരാമർശമുണ്ടായതാണ് സൂചന. കോൺഗ്രസ് പാർട്ടി അസോസിയേറ്റഡ് ജേർണൽസിനാണ് പണം നൽകിയതെന്നും യങ് ഇന്ത്യക്ക് ആയിരുന്നില്ലെന്നും ഇ.ഡി. ചൂണ്ടിക്കാട്ടുന്നു. അസോസിയേറ്റഡ് ജേർണൽസ് വസ്തുക്കൾ ഉപയോഗിച്ച് വ്യാജ വാടക ബില്ലുകൾ ചമച്ചു എന്നും ഇ.ഡി. കുറ്റപത്രത്തിൽ പരാമർശം ഉള്ളതായാണ് സൂചന. 2017-18 38.41 കോടി രൂപ വാടക ഇനത്തിൽ കൈപ്പറ്റി എന്ന രേഖ ഉണ്ടാക്കിയെന്നും എന്നാൽ ഈ വാടക കൈപ്പറ്റിയിട്ടില്ലെന്നും ഇ.ഡി. ചൂണ്ടിക്കാണിക്കുന്നു. നാഷണൽ ഹെറാൾഡ് പത്രത്തിന് ലഭിച്ച പരസ്യ വരുമാനത്തിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഇ.ഡി. വൃത്തങ്ങൾ പറയുന്നത്. ഇന്നലെ മരുമോനെ ഇ.ഡി. ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് മൊഴിഞ്ഞ ടീമാണ്. ഇന്നിപ്പോൾ എന്താണ് അവ പറയാനുള്ളത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ? ഇലക്ഷൻ അടുത്തത് കൊണ്ട് തന്നെ ഇ.ഡി. കൈ അയക്കാൻ നോക്കിയാലും മോദി മാമൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. സംഭവം കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞപ്പോഴേക്കും രാജ്യത്ത് മുഴുവൻ പ്രതിഷേധവുമായി അണികൾ എന്ന അടിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചിയെ മോനെയും രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും അതിന് ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയെങ്കിലും വേണമല്ലോ. ഇ.ഡി. എന്തായാലും മരുന്ന് കഴിക്കുന്നത് പോലെ ദിവസത്തിൽ 3 തവണ ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതം അല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അത് കാലനീതിയാണ്.